ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഉറക്കം എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമല്ലേ? നല്ല ഉറക്കത്തിൽ ആരെങ്കിലും ഉണർത്തിയാലോ വേദന തോന്നും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ രാത്രികാലങ്ങളിൽ ദൈവം നമ്മെ ഉണർത്തും. 2 മണിക്കാകാം, 3 മണിക്കാകാം, 4 മണിക്കാകാം. നാം ഉടൻ പ്രതികരിക്കണം. ലോക പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മനസ്സാന്തരം സംഭവിക്കാൻ ദൈവം നമ്മെ ഉണർത്തുന്നതാണ്. വീണ്ടും ഉറങ്ങാം, പക്ഷേ ആ വിളിക്കുന്ന സമയത്ത് ദൈവത്തിന് പ്രത്യുത്തരം നൽകിയേ പറ്റൂ. ഇതാ, ഇരുചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പട്ടാളക്കാരുടെ നടുവിൽ ഉറങ്ങുന്ന പീറ്ററിനെ അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ കാണുന്നില്ലേ? ദൂതൻ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, അരമുറുക്കുക, പാദരക്ഷകൾ അണിയുക, മേലങ്കി ധരിക്കുക, എൻ്റെ പിന്നാലെ വരിക. സ്വപ്നമാണെന്ന് കരുതിയാണ് പീറ്റർ അനുസരിച്ചത്. പുറത്തു വന്നപ്പോഴാണ് അറിയുന്നത്, പുതിയ സുവിശേഷ ദൗത്യത്തിന് തന്നെ ഏൽപ്പിക്കുകയായിരുന്നു ആ തട്ടി ഉണർത്തൽ. തുടർന്ന് അനേകർക്ക് മനസ്സാന്തരത്തിന് ഫലം പുറപ്പെടുവിക്കാൻ ആ തട്ടി ഉണർത്തൽ കാരണമായി. നമ്മയും ദൈവം വിളിക്കും. ഭക്ഷിക്കുമ്പോഴാകാം, ഉല്ലസിക്കുമ്പോഴാകാം, മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോഴാകാം, ഒരു ചിന്തയായോ തോന്നലായോ ദൈവോർമ്മയായോ ഒക്കെ ദൈവം നമ്മെ ഉണർത്തും. ഉടൻ നാം അല്പസമയം ദൈവസന്നിധിയിലേക്ക് മനസ്സിനെ ഉയർത്തണം. ദൈവത്തിൻ്റെ കൃപയുടെ മക്കളായി എല്ലാവരും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പ്രതികരിക്കാം. ആമേൻ.